ജനങ്ങൾക്കിടയിൽ നമുക്ക് ഒരു ആദരവ് ലഭിക്കാൻ, എല്ലാ ജനങ്ങളും നമ്മെ ഇഷ്ടപ്പെടാൻ, നമ്മുടെ മനസ്സ് നന്നാകാൻ, ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ദുഷിച്ച ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് ക്ലിയർ ആകാൻ, അതുപോലെ സാമ്പത്തികമായ പുരോഗതി നമുക്ക് ലഭിക്കാൻ ഒരത്ഭുതകരമായ ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 42ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 42ാമത്തെ ഇസ്മ ജലീൽ എന്നുള്ളതാണ്. യാ ജലീലു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ജലീൽ എന്നുള്ള ഈ ഇസ്മിൻ്റെ അർത്ഥം പ്രതാപശാലിയായ അള്ളാഹുവേ എന്നാണ്. ഇതിൻ്റെ ആദ്യത വരുന്നത് ജീമ് 3 ലാമ് 30, യാ 10, വീണ്ടും ലാമ് 30, ടോട്ടൽ 73. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അള്ളാഹുവിന് പരിശുദ്ധമായ ഇസ്മുകളുണ്ട്, അനുഗ്രഹീതമായ ഇസ്മുകളുണ്ട്, മനോഹരമായ ഇസ്മുകളുണ്ട്. ഫദ്ഊഹു ബിഹാ. ആ ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആഇന് അള്ളാഹു ഉത്തരം നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുക? പല രൂപത്തിലും നമുക്ക് ദുആ ചെയ്യാം. ഒന്നാമത്തെ രൂപം എന്നുള്ളത്, നമുക്ക് ഒരാവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന മുഴുവനായി നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ ഒരു മാർഗം, നമ്മുടെ പ്രാർത്ഥനയുടെ തുടക്കത്തിലോ ഒടുക്കത്തിലോ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അനുയോജ്യമായ ഇസ്മുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സമ്പത്ത് ചോദിക്കുമ്പോൾ യാ വനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ റഹീമു യാ വദൂദ് അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ അള്ളാഹുവോട് ദോഷം പൊറുക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഒടുക്കത്തിലോ തുടക്കത്തിലോ യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ് എന്നൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് പോലെ അനുയോജ്യമായ ഇസ്മുകളെ ദുആഇൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊരു മാർഗമാണ് നമ്മുടെ ആവശ്യത്തിനോട് അനുയോജ്യമായ ഇസ്മുകളെ അധികരിപ്പിക്കുക എന്നുള്ളത്. സ്നേഹമുണ്ടാകാനാണെങ്കിൽ വദൂദ് എന്നുള്ള ഇസ്മ അധികരിപ്പിക്കുക, ദുആഇന് ഉത്തരം കിട്ടാൻ മുജീബ് എന്നുള്ള ഇസ്മ അധികരിപ്പിക്കുക, ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് റഹ്മാൻ എന്നുള്ള ഇസ്മ അധികരിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങിയ അനുയോജ്യമായ ഇസ്മുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും അതിൻ്റെ അമലുകളും നമ്മൾ ചർച്ച ചെയ്തതുപോലെ ജലീൽ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത്, പരിശുദ്ധമായ ജലീൽ എന്നുള്ള ഇസ്മിന് എല്ലാ ദിവസവും 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആദരവ് ലഭിക്കുമെന്നുള്ളതാണ്. എല്ലായിടത്തും, സമൂഹത്തിലും, കുടുംബത്തിലും, സഹപ്രവർത്തകരിലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും എല്ലായിടത്തും നമുക്കൊരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും നമുക്ക് അർഹിക്കുന്ന ആദരവ് നമുക്ക് ലഭിക്കണം. അത് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ്. ആദരവ് ലഭിക്കാൻ എല്ലാ ദിവസവും ജലീൽ എന്നുള്ള ഇസ്മിനെ നമ്മൾ 1000 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതോടൊപ്പം ജലീൽ എന്നുള്ള ഇസ്മിൻ്റെ അത്ഭുതകരമായ പ്രത്യേക രൂപത്തിൽ കളമടക്കിയ ഏലസം ധരിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത്, നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധിയാകാൻ. മനസ്സ് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയണം. ദുഷിച്ച ചിന്തകൾ, അഹങ്കാരം പോലെ, അത്യാഗ്രഹം പോലെ, അസൂയ പോലെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എനിക്ക് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അസൂയ തോന്നുകയാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ
എനിക്ക് എന്തോ ഒരു അസൂയ തോന്നുകയാണ്. അസൂയ വേണ്ട, അസൂയപ്പെടണ്ട എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആ അസൂയ എന്ന് പറയുന്ന ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചൊരു സഹോദരിയുണ്ട്. അതുപോലെ നമ്മളൊക്കെ മനസ്സിൻ്റെ അകത്ത് നമ്മളൊക്കെ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പലപ്പോഴും. പക്ഷേ പല കാരണങ്ങളിൽ നമുക്ക് നന്നാകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പൈശാചികമായ ചിന്തകൾക്ക്, മനുഷ്യ സഹജമായ പ്രേരണകൾക്ക് അടിമപ്പെട്ട് പലപ്പോഴും നമുക്ക് കഴിയില്ല. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആകാൻ, വാശി മാറാൻ, അത്യാഗ്രഹം മാറാൻ, ദേഷ്യം മാറാൻ, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നമുക്ക് ഇടപഴകാൻ, അസൂയയില്ലാതിരിക്കാൻ, നമ്മുടെ മനസ്സ് ക്ലിയർ ആകാൻ, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ദോഷവും എല്ലാ ദുഷിച്ച ചിന്തകളും മാറിക്കിട്ടാൻ 5 നേര നമസ്കാര ശേഷവും യാ ജലീലു യാ അല്ലാ, യാ ജലീലു യാ അല്ലാ, യാ ജലീലു യാ അല്ലാ എന്ന് നമ്മൾ പതിവാക്കിയാൽ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാണല്ലോ നമ്മൾ ഉച്ചരിക്കുന്നത്. ആ ഇസ്മ ഉച്ചരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലവും നൽകുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. നല്ല ഈമാനോടെയും തവക്കലോടെയും ഒക്കെ ചെയ്ത് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് സാമ്പത്തികമായ പുരോഗതി നമുക്ക് ലഭിക്കാൻ, അതുപോലെ ജനങ്ങൾക്കൊക്കെ നമ്മളോട് ഇഷ്ടം ഉണ്ടാകാൻ, മറ്റുള്ളവർ നമ്മെ ദേഷ്യത്തോടെ നോക്കാതിരിക്കാൻ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, അമ്മായിമ്മമാർ, നാത്തൂന്മാർ, ഭർത്താവ്, ഇങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മെ സ്നേഹിക്കണം. അയൽവാസികൾ സ്നേഹിക്കണം, കുടുംബങ്ങൾ സ്നേഹിക്കണം, സഹപ്രവർത്തകർ സ്നേഹിക്കണം, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള മുതലാളിമാരും തൊഴിലാളിമാരൊക്കെ നമ്മെ സ്നേഹിക്കണം. എല്ലാവരുടെയും സ്നേഹം നമുക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടും, അള്ളാഹ് ഇഷ്ടപ്പെടും, മലക്കുകൾ ഇഷ്ടപ്പെടും, എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു ഇഷ്ടം നമുക്ക് കിട്ടാൻ, അതുപോലെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ, സാമ്പത്തികമായ ഐശ്വര്യമുണ്ടാകാൻ, ദാരിദ്ര്യം നീങ്ങിക്കിട്ടാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ പരിശുദ്ധമായ ഈ ഇസ്മിനെ, ജലീല് എന്നുള്ള ഇസ്മിനെ രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. യാ ജലീലു യാ അല്ലാ, യാ ജലീലു യാ അല്ലാ, യാ ജലീലു യാ അല്ലാ എന്ന് ചൊല്ലി വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ പുരോഗതി നമുക്കുണ്ടാകും. അതുപോലെ എല്ലാ ജനങ്ങളുടെയും ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജലീല് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. മറ്റു മജ്‌ലിസുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.